ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകം. രാഹുൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ തിരുവല്ല കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്നും യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നുമാണ് രാഹുലിന്റെ വാദം. അതിജീവിതയുടെ പരാതിക്ക് പിന്നാലെ രാഹുലിനെ പാലക്കാട് നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, രാഹുലിനെ സംബന്ധിച്ചത് വളരെ നിർണായകമായൊരു ദിവസമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 കേസുകളിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 3ാമത്തെ കേസാണ്. പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുത് എന്ന് വാദിക്കുന്നുണ്ട്. പക്ഷേ രാഹുലിന്റെ വാദങ്ങൾ അത് എത്രത്തോളം കാര്യമായി തന്നെ കോടതി എടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്? അമൃത, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയും. ഇന്നലെ വിശദമായ വാദം കേട്ടിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ടിരുന്നു. 1.5 മണിക്കൂറിലേറെ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിയത്. ബലാത്സംഗം, ഭീഷണി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പോലീസ് FIR ഇട്ടത്. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പിന്നീട് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം മാവേലിക്കര സബ് ജയിലിലാണ് കഴിയുന്നത്. ഇതിനിടെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയും കസ്റ്റഡിയിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിച്ചത്. എന്തായാലും ഇന്നലെ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഈ ജാമ്യാപേക്ഷയിലെ വാദം നടന്നത്. ഇന്ന് സമാനമായ രീതിയിലായിരിക്കും കോടതി നടപടികൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം കോടതി നടപടികൾ ആരംഭിക്കും. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഇന്നത്തെ ദിവസം. നേരത്തെ ഉണ്ടായിരുന്ന 2 ബലാത്സംഗ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരുന്നു. ഈ കേസിൽ ജാമ്യം ലഭിക്കും എന്നുള്ള പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ട അനുയായികൾ പങ്കുവെക്കുന്നുണ്ട്. പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ച കാര്യങ്ങൾ പ്രധാനമായിട്ടും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത്. അതോടൊപ്പം തന്നെ പരാതിക്കാരിക്ക് നേരത്തെ ഒരു ഘട്ടത്തിലും പരാതി ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമായാണ് നടപ്പിലാക്കിയതെന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗം പറഞ്ഞിരുന്നു. അതേസമയം ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പശ്ചാത്തലമുള്ള കേസുകളുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചാൽ അത് കേസിനെ സ്വാധീനിക്കാനിടയുണ്ട്. അതിജീവിതയ്ക്ക് ഭീഷണിയാണ് അടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. എന്തായാലും അല്പസമയത്തിനകം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ജാമ്യാപേക്ഷയുടെ നടപടിക്രമങ്ങൾ തുടങ്ങും. കോടതി നടപടികൾ അല്പസമയത്തിനകം തുടങ്ങും. അമൃത.